വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായാണ് ന്യൂസ് 18 ഇന്ന് ദേശീയ തലത്തിൽ തന്നെ രംഗത്ത് വന്നത്. ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ തന്നെയാണ് എന്ന് വളരെ ആധികാരികമായി വെളിവാക്കുന്ന വിവരങ്ങളുമായി ആണ് എത്തിയത്. ഞങ്ങളുടെ പ്രതിനിധിയാണ് കറാച്ചിയിലുള്ള ദാവൂദ് ഇബ്രാഹിമുമായി ഡൽഹിയിൽ നിന്ന് സംസാരിച്ചത്. ഇൻവെസ്റ്റിഗേഷൻസ് എഡിറ്ററാണ് സംസാരിച്ചത്. അഭിമുഖം എന്ന വ്യാജേനയായിരുന്നു ആ പരിശ്രമം. ദീർഘനാളത്തെ പരിശ്രമത്തിൻ്റെയും ശാസ്ത്രീയമായ ആ ഓഡിയോ ടേപ്പിൻ്റെ വിശകലനത്തിനും ഒക്കെ ശേഷമാണ് ഇന്ന് CNN ന്യൂസ് 18 പുറത്തുവിട്ടത്. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ് ആയി മാറുന്ന വിവരമാണ്. പാകിസ്ഥാൻ്റെ ഇതുവരെയുള്ള പ്രധാനപ്പെട്ട വാദത്തെ പൊളിക്കുന്നതാണ്, നിരാകരിക്കുന്നതാണ് ഈ ശബ്ദരേഖ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ആദ്യം പ്രധാന വാർത്തകൾ. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലെ കറാച്ചിയിൽ. ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻസ് എഡിറ്റർ മനോജ് ഗുപ്ത ദാവൂദ് ഇബ്രാഹിമുമായി സംസാരിച്ചു. ദാവൂദ് പാകിസ്ഥാനിലില്ലെന്ന അവരുടെ വാദം പൂർണ്ണമായും നിരാകരിക്കുന്നതാണ് ടെലിഫോൺ സംഭാഷണം. ഇത് നമ്മുടെ നാടിനാകെ അവമാനമുണ്ടായ ഒരു സംഭവമാണ്. ആ കുടുംബത്തോട് ഈ സംസ്ഥാനത്തിനു വേണ്ടി മാപ്പ് പറയാൻ ഞാൻ തയ്യാറാകുന്നു. ആശുപത്രികളുടെ അവഗണനയിൽ മരിച്ച മുരുകന്റെ കുടുംബത്തോട് മാപ്പ് ചോദിച്ചു കേരളം. ആശുപത്രി വാതിൽ മുട്ടിയിട്ടും ചികിത്സ നിഷേധിച്ചത് ക്രൂരതയെന്ന് മുഖ്യമന്ത്രി. അനാസ്ഥ തടയാൻ നിയമനിർമ്മാണം പരിഗണനയിൽ. പകർച്ചവ്യാധി തടയുന്നതിൽ ആരോഗ്യവകുപ്പ് പരാജയമെന്ന് പ്രതിപക്ഷം. അതിരപ്പള്ളിയിൽ രഹസ്യ നിർമ്മാണവുമായി വൈദ്യുതി ബോർഡ്. സ്ഥാപിച്ചത് വൈദ്യുതി ലൈനും ട്രാൻസ്ഫോമറും. വനം വകുപ്പിന് നഷ്ടപരിഹാരം നൽകി. നിർമ്മാണം തുടങ്ങിയത് പാരിസ്ഥിതികാനുമതി അവസാനിച്ച ദിവസം. നിർമ്മാണത്തെക്കുറിച്ച് അറിയില്ലെന്ന് വനമന്ത്രി കെ രാജു. മഞ്ജു വാര്യരെയും പോലീസിനെയും തുറന്നാക്രമിച്ച് ദിലീപിന്റെ വാദങ്ങൾ. മഞ്ജുവിന് അന്വേഷണ ഉദ്യോഗസ്ഥയുമായി അടുത്ത ബന്ധം. ശ്രീകുമാർ മേനോനെതിരായ മൊഴി ADGP സന്ധ്യ റെക്കോർഡ് ചെയ്തില്ല. നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടന്നെന്ന വാദം അടിസ്ഥാനരഹിതം. 1.5 കോടി രൂപ കൊട്ടേഷൻ നൽകിയെന്ന കണ്ടെത്തൽ കെട്ടുകഥയെന്നും വാദം. മട്ടന്നൂരിൽ വൻ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തി ഇടതുമുന്നണി. 35-ൽ 28 സീറ്റും ഇടതിന്. മുസ്ലിം ലീഗിന്റെ 3 അടക്കം 7 സീറ്റുകൾ പിടിച്ചെടുത്ത് LDF. 7-ൽ ഒതുങ്ങി UDF. അക്കൗണ്ട് തുറക്കാനാവാതെ BJP. ഹാദിയ കേസിലെ വിവരങ്ങൾ NIAക്ക് കൈമാറണമെന്ന് കേരള പോലീസിനോട് സുപ്രീം കോടതി. കേസ് കേന്ദ്ര ഏജൻസിക്ക് വിടുന്നതിൽ തീരുമാനം പിന്നീട്. NIA അന്വേഷണത്തെ എതിർത്ത ഹർജിക്കാരന് വിമർശനം. ദാവൂദ് ഇബ്രാഹിം കറാച്ചിയിൽ തന്നെ. ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളി ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലെ കറാച്ചിയിൽ. ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻസ് എഡിറ്റർ മനോജ് ഗുപ്ത ദാവൂദ് ഇബ്രാഹിമുമായി സംസാരിച്ചു. ദാവൂദ് പാകിസ്ഥാനിൽ ഇല്ലെന്ന അവരുടെ വാദം പൂർണ്ണമായും നിരാകരിക്കുന്നതാണ് ടെലിഫോൺ സംഭാഷണം. മാസങ്ങൾ നീണ്ട ശ്രമത്തിനു ശേഷമാണ് ദാവൂദ് ഇബ്രാഹിമുമായി ആദ്യമായി ഒരു ഇന്ത്യൻ മാധ്യമം സംസാരിക്കുന്നത്. ദാവൂദ് ഇബ്രാഹിം ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളി. വർഷങ്ങളായി രാജ്യം ഈ കുറ്റവാളിയെ തേടുന്നു. അന്വേഷണ സംഘങ്ങളും രാജ്യത്തലവന്മാരും മാറി മാറി വന്നുവെങ്കിലും ദാവൂദിനെ കണ്ടെത്താനായില്ല. ദാവൂദിനെ തേടിയുള്ള അന്വേഷണത്തിൽ ന്യൂസ് 18 കണ്ടെത്തൽ നിർണായക വഴിത്തിരിവാകുന്നു. ഇതാ ദാവൂദ് ഇബ്രാഹിമിന്റെ ശബ്ദം ന്യൂസ് 18. ദാവൂദ് എവിടെയെന്നും ന്യൂസ് 18 കണ്ടെത്തുന്നു. ഹലോ 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 ഹാജി ദാവൂദ് സാബ്. ഈ ശബ്ദം വീണ്ടും കേൾക്കാം. ജന്മനാടിനെ ഒറ്റുകൊടുത്ത് പാകിസ്ഥാനിൽ കഴിയുന്ന കൊടും ക്രിമിനൽ. ഇന്ത്യ ഏറെക്കാലമായി അന്വേഷിക്കുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ താവളത്തിലേക്ക് ന്യൂസ് 18 കടക്കുന്നു.
हेलो हेलो हाँ जी दाऊद साहब आप कौन जी सर गुड इवनिंग दिस इज मनोज गुप्ता फ्रॉम CNN न्यूज़ 18 ദാവൂദ് ഇബ്രാഹിമിനെ ടെലഫോണിൽ പിന്തുടർന്ന ആദ്യ ചാനലാണ് ന്യൂസ് 18. ഇന്റലിജൻസ് പകർത്തിയ ശബ്ദരേഖയുടെ പകർപ്പല്ല, ന്യൂസ് 18 റിപ്പോർട്ടർ ടെലഫോണിൽ നേരിട്ട് സംസാരിക്കുന്നു. दाऊद साहब आप कौन जी सर गुड इवनिंग दिस इज मनोज गुप्ता फ्रॉम CNN न्यूज़ 18 दाऊद साहब से बात करा दीजिए कौन दाऊद साहब दाऊद इब्राहिम साहब ന്യൂസ് 18 ടെലഫോൺ സംഭാഷണം ദാവൂദിന്റേത് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് 18 ഇൻവെസ്റ്റിഗേറ്റീവ് എഡിറ്റർ മനോജ് ഗുപ്തയാണ് നീണ്ട പരിശ്രമത്തിനൊടുവിൽ ദാവൂദ് ഇബ്രാഹിമുമായി സംസാരിച്ചത്. वो तो सर पाकिस्तान में हो आप तो कराची के अंदर क्या बोला है? ये तो नंबर सर पाकिस्तान का है ना तो तुम किससे इंटरव्यू ले रहे हो, किससे बात कर रहे हो, आपको पता है कुछ? हाँ बताओ सर कौन बोल रहे हो नहीं, आप पहले बताओ ना, आप इतना लंबा चौड़ा इंटरव्यू ले रहे हो, इतनी सारी बातें कर रहे हो, आपको पता है आप किससे बात कर रहे हो? दाऊद इब्राहिम से ദാവൂദിനൊപ്പം സന്തത സഹചാരി ജാവേദ് ചോട്ടാനിയുമുണ്ട്. കറാച്ചിയിലെ വസതിയിൽ ഇരുന്ന് ദാവൂദ് ബിസിനസ് സാമ്രാജ്യം നിയന്ത്രിക്കുമ്പോൾ ദുബായിൽ ഇതിന്റെ ചുമതല ചോട്ടാനിക്കാണ്. സംഭാഷണത്തിനിടെ പലപ്പോഴും ഫോൺ ദാവൂദ് ചോട്ടാനിക്ക് കൈമാറുന്നുമുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഡെസ്ക് ന്യൂസ് 18. ഇന്ന് ഏതാണ്ട് 8 മണിക്കാണ് CNN ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടത്, ഈ ശബ്ദരേഖ പുറത്തുവിട്ടത്. വളരെ ദീർഘമായി തന്നെ സംസാരിച്ചതിൽ നിന്ന് തെരഞ്ഞെടുത്ത ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇപ്പോൾ കണ്ട റിപ്പോർട്ട്. അതിൽ മനോജ് ഗുപ്ത ആദ്യം സ്വാഭാവികമായും ഹലോ പറയുമ്പോൾ ദാവൂദ് ഹലോ തിരിച്ചു പറയുന്നു, ഹാഞ്ചി എന്ന നിലയിൽ തിരിച്ചു പറയുന്നു. ദാവൂദ് ആരാണ് എന്ന് തിരക്കുന്നു. അപ്പോൾ മനോജ് ഗുപ്ത സ്വയം പരിചയപ്പെടുത്തുന്നു. അപ്പോഴേക്കും ദാവൂദ് അവിടെ ഒരു സൈലൻസ് ഉണ്ടാകുന്നു. അതിനുശേഷം ദാവൂദ് പറയൂ പറയൂ എന്ന് ആവർത്തിക്കുന്നു. അവിടെയാണ് മറ്റൊരാൾ കൂടി ഈ സംഭാഷണത്തിലേക്ക് കടന്നു വരുന്നത്, ജാവേദ് ചോട്ടാനി. ഈ ജാവേദ് ചോട്ടാനി രാജ്യം തിരയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിമിനലും കൊടും കുറ്റവാളിയും, ബെറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റിലടക്കമുള്ള വാതുവെപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആളാണ്. 2013 IPL സ്പോട്ട് ഫിക്സിംഗ് പ്രശ്നത്തിലും ഒക്കെ വാതുവെപ്പിലും ഒക്കെ ഉള്ള ആളാണ്. ജാവേദ് ചോട്ടാനി പാകിസ്ഥാൻ ബുക്കിയാണ്. ഇയാളുടെ ദാവൂദിൻ്റെ ബിസിനസ് എല്ലാം നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലം കൈ എന്ന് പറയാവുന്ന ആളാണ്. ദാവൂദ് ഈ ഫോൺ, ഇത്തരം ഒരു ഫോൺ വന്നതിൽ ആണ് ചോട്ടാനിയിലേക്ക് ഈ ഫോൺ കൈമാറുന്നത്. ചോട്ടാനി നിരന്തരമായി മനോജ് ഗുപ്തയോട് സംസാരിക്കുന്നു. ഇതിനിടയിൽ മനോജ് ഗുപ്ത പറയുന്നുണ്ട്, ദാവൂദിന് എന്നെ അറിയാം, അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. ഇതിനിടയിൽ ദാവൂദ് പറയുന്നുണ്ട്, ആ പറയൂ എന്നിത് കേട്ടുകൊണ്ട് ചോട്ടാനി സംസാരിക്കുമ്പോൾ തന്നെ മനോജ് ഗുപ്തയോട് സംസാരിക്കുന്നു. ആ നിലയിലാണ് സംഭാഷണം മുന്നോട്ട് പോകുന്നത്. ദാവൂദ് നിരന്തരം പിന്മാറാതെ മനോജ് ഗുപ്ത സംസാരിക്കുന്ന ഘട്ടത്തിൽ ദാവൂദിന് പറയാനുള്ളത് പറയൂ എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഉടൻ മനോജ് ഗുപ്ത ചോദിക്കുന്നു, താങ്കൾ പാകിസ്ഥാനിലല്ലേ, കറാച്ചിയിലല്ലേ എന്ന ചോദ്യം. ഹിന്ദിയിലാണ് പരസ്പരം സംസാരിച്ചത്, അതിൻ്റെ മലയാളം പരിഭാഷയാണ് ആ സംഭാഷണത്തിൽ നിന്ന് എടുത്തതാണ്. ചോട്ടാനി തിരിച്ചു ചോദിക്കുന്നു, നിങ്ങളോട് ഇതാരാണ് പറഞ്ഞത്? മനോജ് ഗുപ്ത, ഈ നമ്പർ പാകിസ്ഥാനിലേതല്ലേ? ദാവൂദ് സമയം കളയാതെ എന്ന് അവിടെ നിന്ന് പറയുന്നതും ആ സംഭാഷണത്തിൽ കേൾക്കാം. ചോട്ടാനി ചോദിക്കുന്നു, അത് ആവർത്തിച്ചുകൊണ്ട്, സമയം കളയാതെ, നിങ്ങളോടാണ് പറയുന്നത്, ആരുടെ ഇൻ്റർവ്യൂ എടുക്കാനാണ് ശ്രമിക്കുന്നതെന്നറിയാമോ? നിങ്ങൾക്കാരാണ് ഈ നമ്പർ തന്നത്? ഈ നമ്പർ മായ്ച്ചു കളയൂ, ഒരു കാര്യം ചെയ്യൂ, വേറെ ഒരു നമ്പർ തരൂ, അങ്ങോട്ടേക്ക് വിളിക്കാം എന്ന് പറയുന്നു. മനോജ് ഗുപ്ത മറ്റൊരു നമ്പർ അങ്ങോട്ടേക്ക് നൽകുന്നു. അപ്പോഴേക്കും മനോജ് ഗുപ്ത ചോദിക്കുന്നുണ്ട്, ക്യാമറ അയക്കാം, കറാച്ചിയിലേക്ക് വരാം എന്ന് പറയുന്നു. ജാവേദ് ചോട്ടാനി കറാച്ചിയിലേക്കോ എന്തിന് എന്ന് ചോദിക്കുന്ന നിലയിൽ തിരിച്ചു ചോദിക്കുന്നു, ഒരു ഇൻ്റർവ്യൂ വേണം. ദാവൂദ് പറയുന്നു, ഇല്ല, ഇൻ്റർവ്യൂ തരില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഇത് ഇഫ്താറിൻ്റെ സമയമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ഫോൺ സംഭാഷണം ഒഴിവാക്കണം എന്ന നിലയിലാണ് അവിടെ നിന്ന് ഇരുവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിർബന്ധിക്കുന്നൊരു ഘട്ടത്തിൽ കാണാം എന്ന് ദാവൂദിൽ നിന്ന് മറുപടി ഉണ്ടാകുന്നു. അപ്പോൾ മനോജ് ഗുപ്ത പറയുന്നു, ഇൻവെസ്റ്റിഗേഷൻസ് എഡിറ്റർ പറയുന്നു, ഞാൻ ഡൽഹിയിലാണ്, പറയൂ താങ്കളുടെ അടുത്തേക്ക് എങ്ങനെ എത്താം എന്ന് മനോജ് ഗുപ്ത ചോദിക്കുന്നു. ദാവൂദിൻ്റെ സഹായി പറയുന്നു, ചോട്ടാനി ചോദിക്കുന്നു, ഡൽഹിയിലാണോ? ദുബായിൽ വരൂ എന്ന് പറയുന്നു, ദുബായിൽ വെച്ച് സംസാരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും മനോജ് ഗുപ്ത, തീർച്ചയായും ആ സംഭാഷണം കറാച്ചിയിലാണ് ദാവൂദ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ്, ക്യാമറ അയക്കട്ടെ കറാച്ചിയിൽ. അപ്പോൾ അവിടെ മൗനവും ചെറിയ ബഹളവും ഒക്കെയുണ്ട്. ദാവൂദ് ഫോൺ സംഭാഷണം ഒഴിവാക്കൂ, വേണ്ടെന്നു വെക്കൂ എന്ന് പറയുന്നതും ഇതോടൊപ്പം കേൾക്കാം. ആ നിലയിലുള്ള സംഭാഷണം മുന്നോട്ട് പോകുന്നതിൻ്റെ ഒടുവിൽ മനോജ് ഗുപ്ത ചോദിക്കുന്നുണ്ട്, ആരോഗ്യം എങ്ങനെയുണ്ട് എന്ന് ഇതിനിടയിലൂടെ ചോദിക്കുന്നു. അപ്പോൾ
ഒരു കിംവദന്തി പരന്നിരുന്നു, താങ്കൾക്ക് ഹൃദയാഘാതം ഉണ്ടായെന്ന് മനോജ് ഗുപ്ത എന്ന മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ ദാവൂദ് പറയുന്നു അത് നിഷേധിക്കുകയാണ്. ഒരു തവണ രക്തസമ്മർദ്ദം ഉയർന്നിരുന്നു എന്ന് ആവർത്തിക്കുന്ന നിലയിൽ ദാവൂദ് യഥാർത്ഥത്തിൽ മരിച്ചു എന്ന വാർത്തകൾ പരന്നിരുന്നു. അത്തരമൊരു പൊതുവിചാരം നിലനിൽക്കുന്നു. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന നിലയിലാണ് എന്ന് പറയുന്നു. ഒരുപാട് കിംവദന്തികളും ഒരുപാട് ഊഹാപോഹങ്ങളും നമ്മുടെ രാജ്യം ഏറ്റവും ശക്തമായി ഏറ്റവും പ്രാധാന്യത്തോടുകൂടി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊടും കുറ്റവാളിയിലേക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ദാവൂദ് ഇബ്രാഹിമിൻ്റെ പഴയ ചിത്രങ്ങൾ മാത്രമാകും നമ്മുടെ വാർത്തകളിലൂടെയും മറ്റും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക്. ഈ ശബ്ദരേഖ ശാസ്ത്രീയമായി തന്നെ സുരക്ഷാ രഹസ്യാന്വേഷണ വിഭാഗത്തിന് തന്നെ കൈമാറി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമാണ്. ഇത് ശരിയായ ശബ്ദ ടേപ്പാണ്, സാമ്പിളുകളാണ് എന്ന സ്ഥിരീകരണവും ശാസ്ത്രീയമായി വന്നതിന് ശേഷമാണ്, വലിയ പരിശ്രമങ്ങൾക്ക് ശേഷമാണ് ആധികാരികമായി ഇത് പുറത്തുവിടുന്നത്. ഈ ചർച്ചയിലേക്ക് പോകുമ്പോൾ ഇത്രയേറെ വിവരങ്ങൾ ഒരുപക്ഷെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെ കൂടി വിവരത്തിലേക്ക് അവരുടെ ഒരു അറിവിലേക്ക് കൂടി വേണ്ടി പറഞ്ഞതാണ്. ഡൽഹിയിൽ നിന്ന് CNN News 18 മാനേജിംഗ് എഡിറ്റർ രാധാകൃഷ്ണൻ നായരെ പ്രൈം ഡിബേറ്റിൽ പ്രതീക്ഷിക്കുന്നു. കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരത് ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ പ്രഭാകരൻ പലേരി ചേരും, കോസ്റ്റ് ഗാർഡിൻ്റെ മുൻ ഡയറക്ടർ ജനറൽ, അതുപോലെ തന്നെ വിദേശകാര്യ വിദഗ്ധൻ ചരിത്രാധ്യാപകൻ ശ്രീ PJ വിൻസെൻ്റ് നമ്മൾക്കൊപ്പം ചേരും. കേണൽ RG നായർ ചേരും. ശ്രീ ഹോർമിസ് തരകനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ശ്രീ ഹോർമിസ് തരകൻ 8 മണിക്ക് News 18 കേരളത്തോട് ഈ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രതികരിച്ചപ്പോഴും പറഞ്ഞത് ഇത് ശരിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ്. കഴിഞ്ഞ വർഷം കറാച്ചിയിലെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ മേൽവിലാസവും News 18 പുറത്തുവിട്ടിരുന്നു. ആ മേൽവിലാസത്തിൻ്റെ തുടർച്ചയിലുള്ള അന്വേഷണത്തിലാണ് അഭിമുഖത്തിനെന്ന വ്യാജേന ദാവൂദ് ഇബ്രാഹിമുമായി സംസാരിക്കാൻ ആയത്. രാജ്യം തേടുന്ന കൊടും കുറ്റവാളിയിലേക്കുള്ള ഒരു ഇന്ത്യൻ മാധ്യമത്തിൻ്റെ കടന്നുചെല്ലലാണ്, ആ പരിശ്രമമാണ് ഈ വാർത്തയായി ഇപ്പോൾ ലോകത്തിന് മുൻപിൽ നിൽക്കുന്നത്. ഈ ചർച്ചയിലേക്ക് ശ്രീ പ്രഭാകരൻ പലേരി, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരവും വിഷയവുമാണിത്. ദാവൂദ് ഇബ്രാഹിം ആ നിലയ്ക്ക് ഈ ശബ്ദം അതിന് സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട്. ആ ബോധ്യത്തോടു കൂടി തന്നെ പുറത്തു വരുന്നത് ഏതെങ്കിലുമൊക്കെ നിലയ്ക്ക് പ്രാധാന്യമുള്ളതാണോ, പ്രധാനപ്പെട്ടതാണോ? തീർച്ചയായും മാധ്യമങ്ങളുടെ ശ്രമങ്ങൾക്ക് അഭിനന്ദനം രേഖപ്പെടുത്താതെ പറ്റില്ല. പക്ഷെ അത് ശരിയാണോ അല്ലയോ എന്നുള്ളത് കാര്യവും നമ്മൾ അങ്ങനെ നോക്കേണ്ടതില്ല. പക്ഷേ CNN, IBN, News 18 പോലെയുള്ള മാധ്യമങ്ങൾ ദേശദ്രോഹികളെ കണ്ടെത്തുവാൻ ഗവൺമെൻറ്റിനെ സഹായിക്കുകയാണെങ്കിൽ അതൊരു നല്ല വസ്തുതയാണ്. പക്ഷേ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലുണ്ട് എന്നുള്ള കാര്യം രഹസ്യമായിട്ടുള്ളൊരു പരസ്യമാണ്. ഐക്യരാഷ്ട്രസഭ വരെ അംഗീകരിച്ചിട്ടുള്ളൊരു വസ്തുതയാണ്. ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുകയാണ്. പാകിസ്ഥാൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു അടിമയായിട്ട്, ഒരു കരുവായിട്ട് കഴിയുകയാണ് 93 ബോംബാക്രമണങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ പൊതുവിൽ ക്രിക്കറ്റിൽ നിന്നും സിനിമാ ലോകത്തു നിന്നും ആഫ്രിക്കയിലെ വജ്രഖനികളിലെ കള്ളക്കടത്തുകളിൽ നിന്നും ധനികനായൊരു വ്യക്തി മാത്രമല്ല, ഒരു സാമ്പത്തിക കുറ്റവാളി മാത്രമല്ല, ഒരു ദേശദ്രോഹിയും കൂടിയാണ്. ആ ദേശദ്രോഹി ഒരു രാഷ്ട്രത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ, അവരുടെ ഡേർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കരുവായി, അവരുടെ അടിമയായി കഴിയുകയാണ്. അദ്ദേഹത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അങ്ങനെയുള്ള വസ്തുത അവിടെ നടക്കുന്നുണ്ടെന്ന് ആ രാഷ്ട്രവും അംഗീകരിക്കില്ല. കാരണം അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നിയമങ്ങൾക്ക് അവർ ബാധ്യസ്ഥരാണ്. അതേസമയം ഈ ലോകരാഷ്ട്രത്തിലെ പല രാജ്യങ്ങൾക്കും, ഒരു വക എല്ലാ രാജ്യങ്ങൾക്കും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച നിലയിൽ അറിയാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ഇദ്ദേഹം പാകിസ്ഥാനിലാണ് ഉള്ളതെന്ന്. അവിടെ കരുവായിട്ട്, ദേശദ്രോഹിയായിട്ട്, ഇന്ത്യക്കെതിരായിട്ടും വേറെ പല സംഗതികൾക്കും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അത്രമാത്രം കോണ്ടാക്റ്റ് അദ്ദേഹത്തിന് ഇന്ത്യയിലുണ്ട്. പിന്നെ ഇപ്പോൾ താലിബാനെയും സഹായിക്കുന്നുണ്ട്, ഒസാമ ബിൻ ലാഡനെയും സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏകദേശം 50%. അത്രയും വലിയ ധനികനാണത്. ഇന്നും ഇന്ത്യയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ 50% വരുന്നത്. പാകിസ്ഥാനിൽ നിന്ന് നടക്കുന്ന, ഇന്ത്യയിലേക്ക് ഒഴുകുന്ന എല്ലാ കള്ളനോട്ടുകളുടെയും വിതരണാവകാശിയും അദ്ദേഹമാണ്. ആ നിലയിൽ വലിയ പ്രാധാന്യം നിലനിൽക്കുകയാണ് ശ്രീ പ്രഭാകരൻ പലേരി. ഇത്തരം ഒരു ശബ്ദം, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ചില ചിത്രങ്ങൾ മാത്രമാണ്, പഴയ ചില വിഷ്വൽസ് ആണ്, ദൃശ്യങ്ങൾ മാത്രമാണ് ദാവൂദ് ഇബ്രാഹിമിനെ സംബന്ധിച്ച് ഉള്ളത്. ആ ഘട്ടത്തിലാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ശബ്ദരേഖ
പുറത്തു വരുന്നത് അത് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ടതുമാണ് എന്ന് ആധികാരികമായി ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾ പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ റോയുടെ മുൻ മേധാവി ശ്രീ ഹോർമിസ് തരകൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഹോർമിസ് തരകൻ, ഇത് ആ നിലയിൽ ദാവൂദ് ഇബ്രാഹിമിൻ്റെത് തന്നെ ആകാനും ഇത്തരത്തിലൊക്കെ ആകാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നാണ് ഈ വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ താങ്കൾ ആദ്യം പ്രതികരിച്ചത്. ദാവൂദ് ഇബ്രാഹിമിനെ പിടികൂടുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം മുൻകാലങ്ങളിൽ നിന്ന് ഭിന്നമായി കുറേ കൂടി ശക്തമായി ആവർത്തിക്കപ്പെടുന്ന ഒരു സർക്കാർ തന്നെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം പ്രധാനമന്ത്രി അടക്കം ഒക്കെ ഈ സർക്കാർ ആവർത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ശബ്ദരേഖ ദാവൂദ് കറാച്ചിയിൽ തന്നെയാണ്, അതിന് ഒരു വിധത്തിലുള്ള ദുർവ്യാഖ്യാനത്തിനും ഇടമില്ല, കറാച്ചിയിൽ തന്നെയുണ്ട്, മാത്രവുമല്ല ആരോഗ്യപരമായ കുഴപ്പങ്ങളില്ല എന്ന് മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിന് ദാവൂദിൻ്റെ മറുപടിയും വരുന്ന വിധത്തിലൊരു ശബ്ദരേഖ പുറത്തു വരുന്നത് പ്രാധാന്യത്തോടു കൂടി കാണുന്നുണ്ടോ താങ്കൾ? തീർച്ചയായും ശ്രീ പ്രഭാകരൻ പറഞ്ഞതുമാതിരി അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. സ്ട്രാറ്റജിക്കായിട്ടുള്ള വിവരങ്ങളെക്കുറിച്ച് നല്ല അറിവും അത് വിശകലനം ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ശ്രീ പ്രഭാകരൻ പലേരി. ഇന്ന് ദാവൂദ് ഇബ്രാഹിമിനെ ഫോണിൽ കൂടി കോൺടാക്ട് ചെയ്യുവാൻ ശ്രീ മനോജ് ഗുപ്തയ്ക്ക് സാധിച്ചത് ഒരു അദ്ദേഹത്തിന്റെ ചാനലിന്റെയും ഒരു വിജയമായിട്ട് തന്നെ കണക്കാക്കാം. പക്ഷേ ശ്രീ പ്രഭാകരൻ പലേരി പറഞ്ഞ മാതിരി ഇത് ആദ്യമായിട്ട് ആണെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ജയമായിട്ട് ആൾക്കാർ സംസാരിക്കുന്നത്. നമുക്ക് മാധ്യമങ്ങൾ കൂടി തന്നെ അറിയാവുന്നത് 3-4 വർഷങ്ങൾക്ക് മുമ്പ് ദാവൂദ് ഇബ്രാഹിമിനെയാണ് ദാവൂദിന്റെ ഭാര്യയായിട്ട് ആരോ സംസാരിച്ചു, മീഡിയയിൽ സംസാരിച്ചു എന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്ന് തന്നെ പാകിസ്ഥാൻ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ വകയായ ദാവൂദ് ഇബ്രാഹിമിന്റെ ഭാര്യയുടെ പേരിലുള്ള ഒരു ബില്ല് അവർക്ക് കിട്ടിയതായിട്ടും ഒരു വിവരമുണ്ടായിരുന്നു. D13 ബ്ലോക്ക് 4 കറാച്ചി ഡെവലപ്മെന്റ് അതോറിറ്റി ക്ലിഫ്റ്റൺ എന്ന അഡ്രസ്സിലാണ് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അതും മീഡിയ എന്നുള്ള വിവരം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾ തന്നെ ന്യൂസ് 18 തന്നെ CNN ന്യൂസ് 18 തന്നെ താങ്കൾ ഈ പറഞ്ഞ അഡ്രസ്സ് പുറത്തുവിട്ടിരുന്നു. 2016 കഴിഞ്ഞ വർഷം പുറത്തുവിട്ടിരുന്നു. D13 ബ്ലോക്ക് 4 ക്ലിഫ്റ്റൺ കറാച്ചി. മാത്രവുമല്ല അതൊരു നോ ട്രസ്പാസ് സോണാണ്. പാക് റേഞ്ചേഴ്സിൻ്റെ മുഴുവൻ സമയ സംരക്ഷണയിലാണ് ആ ബംഗ്ലാവിൽ അവിടെ കഴിയുന്നത് എന്നതുപോലെയുള്ള വിവരങ്ങൾ കഴിഞ്ഞ വർഷം പുറത്തു വിടുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് ഈ ശബ്ദം ദാവൂദ് ഇബ്രാഹിം തന്നെ സംസാരിക്കുന്നത് പുറത്തു വിടുന്നത്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രാധാന്യം. നല്ല കാര്യം. പിന്നെ ദാവൂദ് ഇബ്രാഹിമായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ നമ്മുടെ നീരജ് കുമാർ CBI ഡയറക്ടറായിട്ട് ഡൽഹി പോലീസ് കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്ത നീരജ് കുമാർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മനീഷ് ലാലയുടെ സഹായത്തോടുകൂടി ദാവൂദ് ഇബ്രാഹിം 3 പ്രാവശ്യം സംസാരിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ പിൻകാലങ്ങളിലും ഇതുപോലെ ദാവൂദ് ഇബ്രാഹിമായിട്ട് സംസാരിച്ച കഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പോഴും അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്, പാകിസ്ഥാനിലുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരു തെളിവാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അന്വേഷകരെ സഹായിക്കും. പിന്നെ ഇങ്ങനെ ഒരാളുമായിട്ട് സംസാരിക്കുവാൻ സാധിച്ചാൽ അത് ചില മാധ്യമപ്രവർത്തകർ ഉടനെ പുറത്തെ വിടുകയായിരിക്കും. പക്ഷെ മറ്റു ചില മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടെ ബുദ്ധിപൂർവ്വം അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് അതുമായിട്ട് നേരിട്ട് കാണുവാൻ ഒരു അവസരം കിട്ടുന്നത് അതുണ്ടാവണമല്ലോ. അത്തരം ചിന്തകൾക്ക് വഴിമരുന്നിട്ടു എന്ന് കരുതിയാൽ മതി. ഒരുപക്ഷെ ഇതിന്റെ തുടർച്ചയിൽ അങ്ങനെ ഞങ്ങളിൽ നിന്നും പരിശ്രമങ്ങൾ ഉണ്ടാകാം, ആർക്കും അത് സ്വാഭാവികം. മുൻപും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നിലയിൽ ദാവൂദിനെ പിടികൂടുക അല്ലെങ്കിൽ രാജ്യത്തെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ മുൻപ് വളരെ വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ? താങ്കളുടെ ഒരു അനുഭവത്തിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദാവൂദിനെ പിടികൂടുക എന്ന് പറയുന്ന കാര്യത്തിലെ ഒരു മുൻ പരിശ്രമം. ഞാൻ പറഞ്ഞല്ലേ 10 വർഷമായി ഞാൻ റിട്ടയർ ചെയ്തിട്ട്. ഞാൻ റിട്ടയർ ചെയ്യുന്നുള്ള കാലഘട്ടത്തെക്കുറിച്ച് പരസ്യമായിട്ട് പ്രതികരിക്കുന്നത് ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ് എനിക്കറിയാവുന്ന, അതും മീഡിയ എന്നറിയാവുന്ന വിവരങ്ങളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. ഞാൻ പറഞ്ഞ മാതിരി വളരെ നല്ലൊരു ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് ശ്രീ മനോജ് ഗുപ്തയുടേത്.
അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന്. തീർച്ചയായും അത് ഒരുപക്ഷെ നമ്മുടെ സർക്കാരിനും നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്കും പാകിസ്ഥാന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളുടെ ഒരു കൂടുതൽ പാകിസ്ഥാന് കൂടുതൽ കള്ളത്തരങ്ങളും ദുർവ്യാഖ്യാനങ്ങൾക്കും ഇടകൊടുക്കാത്ത വിധം കൂടുതൽ കോർണർ ചെയ്യാൻ ഈ വിവരങ്ങൾ ഉപയോഗിക്കാനാകുന്നതാണോ? തീർച്ചയായിട്ടും. പക്ഷേ ന്യൂസ് 18 ഇത് അനൗൺസ് ചെയ്തുകൊണ്ട് മറ്റേ പാകിസ്ഥാൻകാരെ അത് സമ്മതിക്കുമെന്ന് തോന്നില്ല. പക്ഷെ എന്നാലും അവരുടെ പേരിൽ സമ്മർദ്ദം ചെലുത്താൻ ഇത് തീർച്ചയായിട്ടും സഹായിക്കും. നന്ദി ശ്രീ ഹോർമിസ് തരകൻ, താങ്കൾ ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. മറ്റുള്ളവരിലേക്ക് വേഗം ശ്രീ പ്രഭാകരൻ പലേരിയാണ് മുൻപ് സംസാരിച്ചത്. CNN ന്യൂസ് 18 മാനേജിംഗ് എഡിറ്റർ ശ്രീ രാധാകൃഷ്ണൻ നായർ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ നായർ മറ്റ് 2-3 അതിഥികളിലേക്ക് പോകും മുമ്പ് തന്നെ ഇപ്പോൾ ശ്രീ ഹോർമിസ് തരകനും പ്രഭാകരൻ പലേരി കോസ്റ്റ് ഗാർഡിൻ്റെ മുൻ ഡയറക്ടർ ജനറലും സൂചിപ്പിച്ച പോലെ ഒരു വലിയ പ്രാധാന്യം മാധ്യമപരമായ ഇടപെടലിനുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം അഡ്രസ്സ് സഹിതം കറാച്ചിയിൽ തന്നെയാണ് എന്ന നിലയിൽ വളരെ ആധികാരികമായി കൊടുത്ത വിവരത്തിൻ്റെ തുടർച്ചയിലാണോ കാര്യങ്ങൾ ഇവിടെ എത്തിയത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എഡിറ്ററുടെ ഈ പരിശ്രമം അതിൻ്റെ തുടർച്ചയാണോ? പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാകും അതിൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ പിന്നിലെ കാര്യങ്ങൾ. കഴിഞ്ഞ ഒരു 3-3.5 വർഷമായിട്ട് മനോജ് ഗുപ്ത ഹി ഹാസ് ബീൻ ഹോട്ട് ഓൺ ദാവൂദിൻ്റെ പല കാര്യങ്ങളിൽ. ദാവൂദ് ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ ദാവൂദ് കറാച്ചിയിലാണ് എന്നുള്ളതൊരു പഴയ വാർത്തയാണ്. ഇത് ദാവൂദിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾ അന്ന് 1 വർഷം മുമ്പ് ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ്റെ അകത്തും ദാവൂദിൻ്റെ അഡ്രസ്സുകൾ നമ്മൾ കണ്ടുപിടിച്ചു, കുറേ ആൾക്കാരെ ലോക്കലായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. സോ നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ 6 മാസവും ഒരു 1 മോർ ഡെവലപ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണ്. അപ്പം കഴിഞ്ഞ 1-2.5 മാസം മുമ്പാണ് മനോജ് എൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ കയ്യിൽ ഹി മാനേജ് ടു ഫൈൻഡ് ഇദ്ദേഹത്തിൻ്റെ നമ്പർ. അപ്പോൾ ഇനി ഇദ്ദേഹത്തിൻ്റെ നമ്പറാണോ ഇല്ലയെന്നുള്ളത് ആദ്യത്തെ എൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് എൻ്റെ നമ്പറാണ്. ഞാൻ പിന്നെ ഡയൽ ചെയ്യാൻ പറഞ്ഞു. കുറേ നേരം ഡയൽ ചെയ്ത് കിട്ടിയില്ല. ഒരു ദിവസം കിട്ടിയപ്പോൾ അവർ ഡയൽസ് ഓൾറെഡി നാച്ചുറലി റെക്കോർഡിങ്ങിൽ ഒരു മെയ് 31-നാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നൊയമ്പ് കാലത്തായിരുന്നു. ആ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ നൊയമ്പ് കാലത്തിൻ്റെ ഇടയിലാണോ നിങ്ങൾ ഫോൺ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദാവൂദ് പ്രതീക്ഷിക്കാതെ ഒരു ഫോൺ കോൾ വരുന്നു. ദാവൂദ് അങ്ങനെ ഫോൺ കോളുകൾ എടുക്കാറില്ല. ഫോൺ കോൾ എല്ലാ 10 ദിവസം കൂടുമ്പോൾ ദാവൂദ് ഫോൺ മാറ്റുന്നു. അതുകൊണ്ട് ദാവൂദ് നമ്പർ തന്നെ ഒരു സ്ഥിരമായൊരു നമ്പറൊന്നും വച്ചിരിക്കുന്നതല്ല. ഈ നമ്പർ കിട്ടുന്നത് തന്നെ ഒരു പ്രോസസ്സാണ്. അത് തന്നെ ഒരു 6 മാസത്തെ പരിശ്രമത്തിന് ശേഷമാണ് പല നമ്പറുകളുള്ളത്. അതിനകത്ത് ഒരു നമ്പർ വിളിക്കുന്നതും കിട്ടുന്നതും. പിന്നെ ഇത് ദാവൂദ് ആണ് എന്നുള്ളൊരു ഇത് വരുന്നതും പിന്നെ ദാവൂദ് ബാക്കിൽ നിന്ന് അത് ഓഡിയോയിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന ട്യൂട്ടർ ചെയ്യുന്നുണ്ട് ചൊട്ടാനി ദാവൂദ് 3 പേര്, അനീസ് ഇബ്രാഹിം, ദാവൂദ് ചോട്ടാ ഷക്കീൽ, ഇവർ 3 പേരാണ് ദാവൂദിൻ്റെ മെയിൻ ആയിട്ടുള്ള 3 ഡി കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഗ്യാങ്ങിൽ. അതിൽ ദാവൂദ് ചോട്ടാനിയുടെ അടുത്താണ് ഫോൺ കൊടുക്കുന്നത്. ദാവൂദ് ആദ്യം ഒന്ന് പകച്ചുപോയി. അതിനുശേഷം ദാവൂദിൻ്റെ സ്ഥിരം സ്റ്റൈലിൽ റിപ്പോർട്ടർ ചോദിച്ചു നിൻ്റെ നമ്പർ എത്രയാണ്, ഞാൻ തിരിച്ച് വിളിക്കാം. അത് ദാവൂദിൻ്റെ ഒരു സ്റ്റൈൽ വരട്ടലാണ്. അത് ഡി കമ്പനിയുടെ ഒരു സ്റ്റൈൽ വരട്ടലാണ്. ഈ പാനലിലുള്ള പോലീസ് ഓഫീസേഴ്സ് അത് പറയാൻ പറ്റും. അത് അവർക്ക് അങ്ങനെയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് 2-2.5 മാസം എടുത്തു ഞങ്ങളിത് എയർ ചെയ്യാനായിട്ട്. ബിക്കോസ് ഞങ്ങളത് ഇൻ്റലിജൻസിൻ്റെ ടോപ്പ് സോഴ്സസിലും ഇന്ന് ഇൻ്റലിജൻസിലിരിക്കുന്ന ദാവൂദുമായിട്ടുള്ള ഹോട്ട് പെർസ്യൂട്ടുമായിട്ടിരിക്കുന്ന ഓഫീസേഴ്സിനെ നമ്മളത് കേൾപ്പിച്ചു. ഇപ്പോൾ ഈ ടെലികാസ്റ്റ് നടക്കുമ്പോൾ ബോംബെയിൽ ഒരു ടോപ്പ് എൻകൗണ്ടർ കോസ്റ്റ് ദാവൂദിന് നമ്പർ ഡേറ്റാബേസിൽ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ നമ്മുടെ ടെലികാസ്റ്റിൽ വന്ന് അത് കൺഫേം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നിപ്പോൾ ഹോം മിനിസ്ട്രി ഇതിനെപ്പറ്റി ഒരു വിവരം നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യുന്നു. MEA ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഇത് 2.5 മാസം എടുത്തു നമ്മൾ ഇത് ഓൺ എയർ ഇടാനായിട്ട്. അപ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കണം റിഗേഴ്സ് ഓഫ് ജേർണലിസം ഹാവ് ബീൻ ഡൺ ഹിയർ. തീർച്ചയായും അതുതന്നെയാണ് ഇങ്ങനൊരു വാർത്ത പുറത്തുവിടുമ്പോൾ ആവർത്തിച്ച് പറയാനാകുന്നത്. ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ നായർ സൂചിപ്പിച്ച മാനേജിംഗ് എഡിറ്റർ സൂചിപ്പിച്ച പോലെ ആധികാരികത ഉറപ്പുവരുത്തി തന്നെയാണ് ഇത്തരമൊരു പ്രധാനപ്പെട്ട വിവരത്തിലേക്ക് പോയത്. അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരത്, ഈ വിവരങ്ങൾ ഇത്രയും തങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരാദ്യ പ്രതികരണം താങ്കളുടേതെങ്ങനെയാണ് ഇക്കാര്യത്തിൽ? ലോ ആൻഡ് ഔട്ട്ലോ എന്ന് പറഞ്ഞ 2 സെക്ഷൻസ് ഉണ്ട് നിയമത്തിൽ തന്നെ. നിയമത്തിലുള്ള വശങ്ങളിൽ കൂടി നടക്കുന്ന ആൾക്കാരെ ഡീൽ ചെയ്യേണ്ടതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മുടെ ലോസും മുഴുവനും. ആ ലോൻ്റെ പുറത്തു പോയ ഒരാളെ ഡീൽ ചെയ്യാൻ എങ്ങനെയാണ് എന്നുള്ളത് ഒരു തീരുമാനം എടുക്കണം. അതിനാണ് ഒരു നേഷൻ്റെ പവർ. ഇതേപോലെ തന്നെ ഒസാമ ബിൻ ലാഡൻ പാകിസ്ഥാനിലേക്ക് അമേരിക്ക കടന്ന് അദ്ദേഹത്തിനെ അവിടുന്ന് വധിച്ചത് ഒരു ലോ പ്രകാരമല്ല.
ഇതുപോലെ തന്നെ ഹിസ്ബുള്ള സെക്കൻഡ് ഇൻ കമാൻഡ് ഇമാദ് പയേസ് മുഗാനിയ US എംബസി ബോംബിൽ 350 ആൾ മരിച്ച് കാരണക്കാരൻ ഇദ്ദേഹമാണ്. മൊസാദിൻ്റെ ഒരു ഡിവിഷൻ അദ്ദേഹത്തിന് കണ്ടുപിടിച്ചു, അദ്ദേഹത്തിനെ വധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ലീഗലായിട്ട് നോക്കാനുള്ള ഒരു കാര്യമില്ല. സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ വന്നാൽ പിന്നെ ലോ എന്നുള്ളൊരു പ്രശ്നം അവിടെ ഇല്ല. ഔട്ട് ലോയിൻ്റെ പരിധിയിൽ പുറത്തു പോകുന്ന അതിന് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് അത് ഗവൺമെൻറ് എടുക്കണമെന്നാണ് എൻ്റെ തീർച്ചയായും. അത്തരം ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. നമ്മൾ നല്ലയാൾ, നമ്മൾ ധർമ്മം ഫോളോ ചെയ്യൂ. റൈറ്റ്. ഞാൻ താങ്കൾ പറഞ്ഞ പോലെ ഇത്തരം വിവരങ്ങളിൽ നിന്ന് നടപടികൾ എടുക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞു. രണ്ടാളുകളിലേക്ക് കൂടി ശ്രീ വിൻസെൻ്റ്, ഇക്കാര്യത്തിൽ ഈ വിവരങ്ങൾ അതിൻ്റെ ഒരു പ്രാധാന്യം മാനേജിംഗ് എഡിറ്റർ അടക്കം പറഞ്ഞതുപോലെയുള്ള പരിശ്രമത്തിലും സ്ഥിരീകരണത്തിനും ശേഷമാണ് രാജ്യം വളരെ കൃത്യമായി സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊടും കുറ്റവാളി. ആ നിലയ്ക്ക് ഇത് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വരുന്നത് പ്രസക്തമാണോ? തീർച്ചയായിട്ടും ഇത് വലിയ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. അപ്പോൾ മനോജ് ഗുപ്തയെ പോലുള്ള ജേർണലിസ്റ്റുകളെ നമ്മൾ ബഹുമാനിച്ച് അവരെ അഭിനന്ദിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ഒരു ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കൊടും കുറ്റവാളി എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹത്തെ കാണേണ്ടത്. അദ്ദേഹം ഒരു 70കളിൽ ഒരു ഗാങ്സ്റ്റർ ആയിരുന്നു, പിന്നീട് ഡ്രഗ് ട്രാഫിക്കിംഗ് ആയിരുന്നു, അവിടെ നിന്നാണ് തുടക്കം. പക്ഷേ 2003 അദ്ദേഹത്തെ ഗ്ലോബൽ ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്നൊരു ആഗോള ഭീകരവാദിയാണ്. 2011 അദ്ദേഹത്തെ ലോകത്തിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസിലെ 3ാമത്തെ ആളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ താല്പര്യം മാത്രമല്ല, ആഗോള അടിസ്ഥാനത്തിൽ ടെററിസത്തിനെതിരായിട്ടുള്ള കൂട്ടായ്മയും പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ അത് യുണൈറ്റഡ് നേഷൻസ് ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ദാവൂദിൻ്റെ ശബ്ദം അത് ശബ്ദരേഖയായി പുറത്തു വരുന്നതോടുകൂടി ഒരു ആഗോള ഭീകരവാദിയെക്കുറിച്ച് ആധികാരികതയോടെ പറയുന്നതോടെ ലോകത്തിൻ്റെ ഉത്തരവാദിത്വം കൂടുകയല്ലേ, ലോകരാജ്യങ്ങളുടെ ഉത്തരവാദിത്വം കൂടുകയല്ലേ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഉത്തരവാദിത്വം? യെസ്, അവിടെ നമുക്കുള്ള തന്ത്രപരമായ ഒരു വലിയ നേട്ടം ഭാരതത്തിനുണ്ടാകാൻ പോകുന്നത് ഈ കറാച്ചിയിൽ അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ കാര്യമല്ല. കാരണം അത് നേരത്തെ പാലേരി സാർ സൂചിപ്പിച്ചതുപോലെ ഒരു പരസ്യമായ രഹസ്യമാണ്. പക്ഷേ അതിന് വ്യക്തമായ തെളിവ് മുന്നോട്ട് വെച്ചതോടുകൂടി ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധത്തിൽ പങ്കാളികളായിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ അടക്കം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം ലോകത്തിലെ ഒരു ഗ്ലോബൽ ടെററിസ്റ്റിന് അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിലും അതുപോലെ ഇൻ്റർനാഷണൽ ഫോറത്തിലും പാകിസ്ഥാൻ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം വ്യക്തമായ തെളിവുകൾ നമുക്ക് നൽകാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ തെളിവ് ലഭിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന ഭീകരതയ്ക്കെതിരായിട്ട് ഇന്ത്യ നടത്തുന്ന ഗ്ലോബൽ ഡിപ്ലോമാറ്റിക് വാറിൽ ഒരു വലിയ ബൂസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായും. കേണൽ നായർ, ഇക്കാര്യത്തിൽ ഈ ഒരു പീസ് ഓഫ് എവിഡൻസ് അത് ഇൻ്റലിജൻസിൻ്റെ ഭാഗത്തു നിന്നല്ല, സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നല്ല, മാധ്യമങ്ങളുടെ ഒരു മാധ്യമത്തിൻ്റെ ഭാഗത്തു നിന്നാണ് അത് പൊതുവിൽ പബ്ലിക്കായി തന്നെ വരികയും ചെയ്യുന്നൊരു സാഹചര്യം വളരെ താല്പര്യത്തോടു കൂടി കാണുന്ന ആളാണോ? തീർച്ചയായിട്ടും. അതായത് ആദ്യമായിട്ട് ഞാൻ മനോജ് പാണ്ഡെയ്ക്ക് ഒരു അഭിനന്ദനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് രാജ്യസുരക്ഷയിൽ മാധ്യമത്തിനുള്ള ഒരു പങ്കെന്ന് തെളിയിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് നാഷണൽ സെക്യൂരിറ്റി വരുമ്പോൾ മാധ്യമത്തിന് എന്ത് പങ്ക്, എന്ത് പ്രാധാന്യമുണ്ടെന്നുള്ളത് തെളിയിക്കുകയാണ് ഇതിൽ കൂടെ. അതിലെനിക്ക് പറയാനുള്ളത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ US കൺട്രി റിപ്പോർട്ട് ഓൺ ടെററിസം എന്നൊരു സാധനമുണ്ട്. ദിസ് റിപ്പോർട്ട് ഈസ് ഗിവൺ ടു കോൺഗ്രസ് ബൈ ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ റിപ്പോർട്ടിനകത്ത് പാകിസ്ഥാനെ ഒരു ടെറർ സ്റ്റേറ്റായിട്ടാണ് പറയുന്നത്, ആൻഡ് ഇന്ത്യ വിക്ടിം സ്റ്റേറ്റായിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് താലിബാൻ, ഹക്കാനി നെറ്റ്വർക്ക്, LET, ജെയ്ഷെ മുഹമ്മദ്, ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ശരി. അപ്പോൾ ലേറ്റസ്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപും നമ്മുടെ പ്രധാനമന്ത്രിയുള്ള കൂടിക്കാഴ്ചയിൽ ഈ കാര്യം പറയുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അറബ് കൺട്രി വിസിറ്റിലും ഇത് പറയുകയുണ്ടായി. അതായത് കേണൽ, താങ്കൾ വിശ്വസിക്കുന്നത് ഇത് ഒരു പ്രധാനപ്പെട്ട ശബ്ദരേഖയായി ദാവൂദ് ജീവിച്ചിരിക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങളില്ല, മേൽവിലാസം നിലവിൽ തന്നെ പബ്ലിക്കായി, ശരിയാണ്, ഇന്ത്യക്ക് പിടികൂടാനാകും എന്ന വിശ്വാസത്തിലാണോ താങ്കൾ? ഇന്ത്യക്ക് പിടികൂടാനാകുകയും ഒരുപക്ഷെ ഇതിനിടയ്ക്ക് ഒരു ന്യൂസ് വന്നിരുന്നത് അദ്ദേഹം തന്നെ സറണ്ടർ ചെയ്യാൻ
ഒരു പ്രപ്പോസലിന് തയ്യാറാണെന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നു. അത് എത്രമാത്രം എനിക്ക് വളരെ ഓർമ്മയിൽ വരുന്നില്ല, എവിടെയോ വായിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളിൽ വായിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും ഒരുപക്ഷെ നിയമത്തിനെ നേരിടാനും കോടതിയിലോട്ട് പോകാനും ഒക്കെ ഉള്ള ഒരു വിചാരം ഉണ്ടായോ എന്നെനിക്ക് സംശയമുണ്ട്. അത് കാരണം അദ്ദേഹത്തിന് വയസ്സാവുന്നു, ശരി, പിന്നെ ആരോഗ്യത്തിൻ്റെ കാര്യം സംശയിക്കപ്പെടുന്നു, പിന്നെ മറ്റേ ഡി കമ്പനി ഇപ്പം പുതിയൊരാളിൻ്റെ കൊടുത്തു, ചോട്ടാനിയുടെ കയ്യിൽ കൊടുത്തു, ചോട്ടാ രാജൻ അപ്രഹെൻഡ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന് വിരുദ്ധമായിട്ട് വരുന്നു. അപ്പോൾ അതിന് ആക്കം കൂട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ മനോജ് പാണ്ഡെ ചെയ്തിരിക്കുന്ന ഒരു വളരെ ക്രെഡിറ്റബിൾ. അവർ വൈസ് അഡ്മിറൽ പാലേരി പറഞ്ഞതുമാതിരി ഇതിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ കള്ളനോട്ടിലുള്ള പങ്ക്, എക്കണോമിക് ഒഫൻസസും അയാളുടെ പങ്കാളിത്തവും എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം. പക്ഷേ അങ്ങനെ മേൽ മറഞ്ഞു നിന്ന ഒരു കൊടും കുറ്റവാളിയാണ് ഒരു അഭിമുഖത്തിനെന്ന വ്യാജേന വർഷങ്ങളായി പിന്നാലെ കൂടി നേരത്തെ മാനേജിംഗ് എഡിറ്റർ സൂചിപ്പിച്ചതുപോലെ ഡിഫൻസീവ് ആക്ഷനാണ്. അതായത് ഒരു രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒഫൻസീവ് അങ്ങനെയുള്ള ദാവൂദിനെയാണ് ദാവൂദിന്റെ ശബ്ദരേഖയാണ്, അതും കറാച്ചിയിലേക്ക് തന്നെ വിളിച്ച് നമ്പർ സെലക്ട്, അവർ തന്നെ അമ്പരക്കുന്ന വിധത്തിൽ ഈ നമ്പർ എവിടെ നിന്ന് കിട്ടി എന്ന നിലയിലുള്ള വലിയൊരു പരിശ്രമമാണ് ഈ ശബ്ദരേഖയായി പുറത്തു വന്നിട്ടുള്ളത്. റൈറ്റ്. പ്രഭാകരൻ പാലേരി, ഒരു ചെറിയ വിശദീകരണം താങ്കളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നേരത്തെ ഞങ്ങൾ പുറത്തുവിട്ട ഈ ശബ്ദരേഖ അത് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെട്ടതാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അതുപോലെ തന്നെ നിരന്തരം ദാവൂദിനെ ട്രാക്ക് ചെയ്യുന്ന സുരക്ഷാ വിഭാഗങ്ങൾ ഒക്കെ നേരത്തെ ഏതാണ് മാനേജിംഗ് എഡിറ്റർ സൂചിപ്പിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ദാവൂദിനെ പിക്ക് ചെയ്യുക, ബുക്ക് ചെയ്യുക എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇപ്പോൾ കുറച്ചുകൂടി ഡിമാൻഡിംഗ് ആയി ഈ സർക്കാർ അതിനുവേണ്ടി ഒരു നിലപാടെടുക്കുന്നുണ്ടല്ലോ, അതിനെ കൂടുതൽ ബലപ്പെടുത്തുമോ? സർജിക്കൽ സ്ട്രൈക്കിനൊക്കെ ശേഷം കറാച്ചിയിലെ മേൽവിലാസം സഹിതം നിൽക്കുന്നൊരു കാലം, എല്ലാവരും ഉദാഹരിക്കുന്നത് പോലെ നേരത്തെ അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരതൊക്കെ പറഞ്ഞതുപോലെ ബിൻ ലാദൻ പാകിസ്ഥാനിൽ പിടിക്കപ്പെട്ടത്, അമേരിക്ക കയറി പിടിക്കപ്പെട്ടതുപോലെയൊക്കെ നമ്മൾക്ക് സ്വപ്നം കാണാം. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നീക്കങ്ങളെ കൂടുതൽ വേഗത്തിലാക്കാമോ? കൂടുതൽ ദുർബലമായ ഒരു ദാവൂദാണ് കറാച്ചിയിലുള്ളത് എന്നുകൂടി വന്നാൽ താങ്കൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ദാവൂദ് ഇബ്രാഹിം ദുർബലനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത് അദ്ദേഹത്തിന് അത്രയൊന്നും പ്രായമായിട്ടില്ല, 60-62 വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ. വളരെ വലിയ ഒരു ധനികനാണ്, ഒരുപാട് വ്യക്തികൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുണ്ട്, മാത്രമല്ല ഒരു രാഷ്ട്രം വരെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു അടിമയുടെ രൂപത്തിലാണ് മാത്രമാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് അവിടെ ആശ്രയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ദാവൂദ് ഇബ്രാഹിം ഇനിയും ഒരു 10-15 വർഷം കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് നന്നാക്കുവാൻ ശ്രമിക്കും. അതോടനുബന്ധിച്ചിട്ട് ഇന്ത്യക്കും ഒരുപാട് ദ്രോഹങ്ങൾ അദ്ദേഹം ഉണ്ടാക്കും. തീർച്ചയായിട്ടും അതുതന്നെയായിരിക്കും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള രഹസ്യാന്വേഷണ വിഭാഗവും ബാക്കി എല്ലാവരും ഭീകരവാദികളും ആഗ്രഹിക്കുന്നതും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഒരിക്കലും ഇത് സമ്മതിക്കാൻ പോകുന്നില്ല. കാരണം ലോകത്തിന് മുഴുവനും അറിയാം ഇബ്രാഹിം പാകിസ്ഥാനിൽ ഉള്ളത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ പാകിസ്ഥാൻ ഈ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തന്നെ ഒരു ദാവൂദ് ഇബ്രാഹിമാണ്. ദാവൂദ് ഇബ്രാഹിം എങ്ങനെയാണോ പാകിസ്ഥാൻ ഉപയോഗത്തിൽ വരുന്നത് ഒരു കരുവായിട്ട്, അതേമാതിരിയാണ് പാകിസ്ഥാൻ ചില പ്രത്യേക ലോകരാഷ്ട്രങ്ങൾക്ക് കരുവായി ഇരിക്കുന്നത്, അവരുടെ അടിമയായിട്ടിരിക്കുന്നത്. അതിൽ അന്യോന്യം സഹകരിക്കാത്ത രാഷ്ട്രങ്ങൾ പോലും പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. ഒരാൾ പിൻവാങ്ങുമ്പോൾ മറ്റേയാൾ അത്രയും മുന്നോട്ട് പോകും. അതുകൊണ്ട് ആർക്കും വിടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉള്ളത്. ഏതെങ്കിലും ഒരു രാഷ്ട്രം വിട്ടുകഴിഞ്ഞാൽ പാകിസ്ഥാൻ മറ്റേ രാഷ്ട്രത്തിൻ്റെ കൺട്രോളിലാവും, ഒരു നോർത്ത് കൊറിയ ആയി മാറും. അങ്ങനെയുള്ള ആ അവസ്ഥാവിശേഷം വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ളൊരു പാകിസ്ഥാനെ കൊണ്ട് ഈ ഒരു സാധാരണ കുറ്റവാളി, ഒരു ദേശദ്രോഹിയായ കുറ്റവാളിയെ തിരിച്ചു കൊടുക്കാൻ അത്ര എളുപ്പത്തിൽ അവർക്ക് സാധ്യമല്ല. കാരണം പാകിസ്ഥാനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് പോലും പാകിസ്ഥാനെ ഒഴിവാക്കാൻ പറ്റില്ല. ഞാനൊന്ന് മടങ്ങി വരാം. വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ് ശ്രീ വിൻസെന്റ് മാഷ്. യഥാർത്ഥത്തിൽ അതായത് പാകിസ്ഥാന്റെ സാഹചര്യത്തെക്കുറിച്ചാണ് ശ്രീ പ്രഭാകരൻ പലേരി പറഞ്ഞത്. പക്ഷേ ഇന്ത്യയുടെ സ്റ്റാൻഡ് ഇപ്പോൾ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ സർക്കാർ, അന്നത്തെ UPA സർക്കാരിൻ്റെ നിലപാടുകൾ കർക്കശമല്ല, ദുർബലമാണ് എന്ന വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു.
ഇപ്പോൾ പുതിയ സർക്കാർ ഇപ്പോൾ അതിർത്തി കടന്ന് സർജിക്കൽ സ്ട്രൈക്ക് വരെ നടത്തി ഏത് വിധേനയും ഒരു ഇടപെടൽ നടത്തുമെന്നൊരു പ്രതീതി ജനിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ പാകിസ്ഥാൻ ആണെങ്കിൽ പോലും ഇന്ത്യൻ താല്പര്യത്തിൽ ഈ വിവരങ്ങളെ, ഈ തെളിവുകളെ ഉപയോഗപ്പെടുത്താൻ ഇന്ത്യൻ സർക്കാരിന് എത്രമാത്രം കഴിയും? ശ്രീ വിൻസെന്റ്. തീർച്ചയായിട്ടും ഇപ്പോൾ അബോട്ടാബാദിൽ കടന്നു കയറി ബിൻ വെടിവെച്ച് കൊന്ന് ശവശരീരം പോലും കിട്ടാതെ കടലിൽ താഴ്ത്തിയ അമേരിക്കയുടെ നടപടി ഒരു ധീരമായ നടപടിയായിട്ടാണ് യഥാർത്ഥത്തിൽ വാഴ്ത്തപ്പെട്ടത്. ഒരുപക്ഷെ ആ രൂപത്തിലൊരു ഓപ്പറേഷൻ നടത്താനുള്ള ശേഷിയൊക്കെ ഇന്ത്യക്കുണ്ട്. ഒരുപക്ഷെ അതിനേക്കാൾ ഒരുപക്ഷെ ഭാരതത്തിന് ഗുണം ചെയ്യുക പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ എക്സ്പോസ് ചെയ്യാൻ ഇത് വലിയ ഒരു അവസരം ഭാരതത്തിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പാകിസ്ഥാൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന ഒരാഗോള ഭീകരവാദിയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല $25 മില്യൺ തലയ്ക്ക് വിലയിട്ടിട്ടുള്ള ഒരു ആഗോള കുറ്റവാളിയെ സംരക്ഷിക്കുന്ന രാഷ്ട്രം എന്ന നിലയ്ക്ക് പാകിസ്ഥാന് തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, പക്ഷേ അതിനവരെ നിർബന്ധിതമാക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ഞാൻ മുംബൈ ഭീകരാക്രമണത്തെ കമ്പയർ ചെയ്ത് അവിടെയാണ്. നമ്മുടെ സർക്കാർ ഈ കിട്ടിയ വിവരങ്ങളെ, പബ്ലിക്കായി മാറിയ ഈ തെളിവുകളെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന ആ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകതയായി മാറുകയല്ലേ ഇതോടെ, ഇത് പുറത്തു വരുന്നതോടെ? തീർച്ചയായിട്ടും ശരത്ത് പറഞ്ഞ വളരെ ശരിയാണ്. ഇത് രഹസ്യമായി വെക്കുന്ന ഏതെങ്കിലും സൈനിക വിവരങ്ങളല്ല, രഹസ്യാന്വേഷണ വിവരങ്ങളല്ല, പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ എത്തുന്ന ഒരു മാധ്യമ വെളിപ്പെടുത്തലാണ്. യെസ്, ഈ മാധ്യമ വെളിപ്പെടുത്തലൂടെ ശരത്ത് പറഞ്ഞത് ഇതിപ്പോൾ ഒരു ഗ്ലോബൽ ശ്രദ്ധയിൽ വന്നല്ലോ, ആഗോള ശ്രദ്ധയിൽ വന്നു. ഇനി ഇത് ഭാരതത്തിന് വലിയ രൂപത്തിൽ നയതന്ത്ര യുദ്ധത്തിൽ, പാകിസ്ഥാനുമായുള്ള നയതന്ത്ര യുദ്ധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ 90-കൾക്ക് ശേഷം ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ആഗോള ജിഹാദികളെ കാശ്മീർ ലിബറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സംഘടിപ്പിക്കാനുള്ള പാകിസ്ഥാൻ്റെ പരീക്ഷണങ്ങൾ മുഴുവനും പരാജയപ്പെടുകയുണ്ടായത്. കാരണം ഇന്ത്യയുടെ ഒരു സാംസ്കാരിക ശക്തിക്ക് മുന്നിൽ ലോകത്തിലെ ഒരു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജിഹാദികളെ ഇന്ത്യക്കെതിരായി തിരിച്ചുവിട്ട് ഈ രാജ്യത്തെ തകർക്കുക എന്നുള്ളത് അസാധ്യമായിരുന്നു. അവിടെയാണ് ബാറ്റ് രൂപപ്പെടുന്നത് 1998-ൽ, ബോർഡർ ആക്ഷൻ ടീം. ഈ ബോർഡർ ആക്ഷൻ ടീമിൽ ടെററിസ്റ്റുകളെ മുൻനിർത്തി അവരുടെ പിന്നിൽ പട്ടാളത്തിൻ്റെ ഒരു സംഘം നിന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ്. ഈ ബോർഡർ ആക്ഷൻ ടീമിനെ സംഘടിപ്പിക്കുന്നതിലും ഓർഗനൈസ് ചെയ്യുന്നതിലും 90-കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ദാവൂദ് ഇബ്രാഹിം. അതുമാത്രമല്ല, ഇത്തരം ഈ ബോർഡർ ആക്ഷൻ ടീമിലേക്കുള്ള ടെററിസ്റ്റുകൾ റിക്രൂട്ട് ചെയ്യാനും അവർക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ, അതുപോലെ പാകിസ്ഥാൻ്റെ ഗിരിവർഗ മേഖലയിലെ ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന മയക്കുമരുന്ന് ശൃംഖല, ആ ശൃംഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകനും ഇടനിലക്കാരനും. തീർച്ചയായും ആഗോള ഭീകരതയ്ക്ക് ദാവൂദ് നൽകിയ സംഭാവന ഒട്ടും ചെറുതുമല്ല, വളരെ വലുതുമാണ്. ശ്രീ രാധാകൃഷ്ണൻ നായർ, മറ്റ് തിരക്കുകളിലേക്ക് പോകും മുമ്പ് ഇവരെല്ലാവരും ഈ ചർച്ചയുടെ ഭാഗമായി ഈ ഇടപെടലിനെ അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ നേരത്തെ ശ്രീ ഹോർമിസ് തരകൻ പറഞ്ഞത് കേട്ടോ എന്നറിയില്ല. CNN News 18 പുറത്തുവിടുന്ന ഈ ശബ്ദരേഖ യഥാർത്ഥത്തിൽ കൂടുതൽ മാധ്യമ പ്രവർത്തകർക്ക് ഒരുപക്ഷെ ഇതിനും അപ്പുറത്തേക്ക് ചെയ്യാൻ പ്രചോദനമാകും. നേരിട്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് പോലും സംഭവിച്ചേക്കാം. അതിൽ CNN News 18 വർഷങ്ങളായി തുടരുന്ന ഒരു വലിയ പ്രക്രിയയുടെ ഒരു ഭാഗമാണ് എന്ന് താങ്കൾ പറഞ്ഞതുമുണ്ട്. ഇതിലൂടെ വെളിവാകുന്ന പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് എന്താണ്? ഈ ശബ്ദരേഖ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് താങ്കൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പോയിന്റ് ചെയ്യുന്നത് എന്തൊക്കെയാവും? ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിതുവരെ കറാച്ചിയിലാണോ ഇല്ലേ എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. അത് എല്ലാവരും പറഞ്ഞ മാതിരി കറാച്ചി എന്നൊരു പുതിയ കാര്യമല്ല. പക്ഷേ ദാവൂദ് ഇബ്രാഹിം എന്ന ആളുടെ അമ്പയർ, നമുക്ക് കുറച്ചു കാലം മുമ്പ് അദ്ദേഹത്തിന് അസുഖമായിരുന്നു, ഗാംഗ്രീനായി, അങ്ങനെയായി ഇങ്ങനെയായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അലേർട്ട്നെസ് ലെവൽ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് എംപയർ, ചുട്ടാനി എന്ന ആളുടെ ഫോട്ടോഗ്രാഫ്സ് തന്നെ ഇത് ആദ്യമായിട്ടാണ് ലോകത്ത് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചൊട്ടാനി എന്ന ആളുടെ ഫോട്ടോഗ്രാഫ് തന്നെ ഇന്ന് ലോകം കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതുവരെയും ചൊട്ടാനിയുടെ ഗൂഗിളിലൊന്നും ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ് ഇല്ല. നമ്മൾ അതും ഇത്തവണ ആദ്യമായിട്ട് സ്കൂപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എംപയർ ഇപ്പോഴും വർക്കിംഗ് ആണ്. അത് പഴയ പോലെ അത്ര ഇതാണോ ഇല്ലേ എന്ന് അറിഞ്ഞൂടെ. ദുബായിൽ ഓപ്പറേറ്റ് ചെയ്യാനുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു ടെററിസ്റ്റ് എന്ന രീതിയിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ, എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ഇന്ത്യൻ ഗവൺമെൻറ് ദാവൂദിനെക്കാട്ടിയും വലിയ തലവേദനകൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് പാകിസ്ഥാനിലുണ്ട്. ഹഫീസ് സയ്യിദുണ്ട്, ലഷ്കറുണ്ട്, അവർക്ക് അതിനെക്കാട്ടിയും കൂടുതൽ തലവേദനയുള്ള ടെററിസ്റ്റുകളുണ്ട്. ചിലപ്പോൾ ദാവൂദ് ഇന്ന് അവർക്കൊരു ചെറിയ തലവേദനയാണ്.
നമുക്ക് പണ്ട് ഇന്ന് ചിലപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ ടെററിസ്റ്റ് മോസ്റ്റ് വാണ്ടഡ് ഒക്കെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിലും ഇന്ന് ഹഫീസ് സയ്യിദിൻ്റെ ലഷ്കറും അവരുടെ ഒരു വളർന്നു വരുന്ന ഒരു ഇൻഫ്ലുവൻസും ISIയുടെ ഇൻഫ്ലുവൻസും ഇതൊക്കെയാണ് കുറച്ചുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്, ഞങ്ങൾ ഹോം മിനിസ്ട്രി ഓഫീസേഴ്സിനകത്ത് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു ഹോട്ട് പെർസ്യൂട്ട് ഇത് കാരണം ഒരു ഹോട്ട് പെർസ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് തന്നെ. പക്ഷേ ശ്രീ ആർ കെ, ഈ സർക്കാർ ഒരു കാര്യം ഈ സർക്കാർ ദാവൂദിനെ പിടികൂടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പൊളിറ്റിക്കലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മൂവായി തന്നെ കാണുകയും അത് മറച്ചു വെക്കാതിരിക്കുകയും ചെയ്തൊരു സർക്കാരാണ്. ആ സർക്കാരിന് മുമ്പിലേക്കാണ് നമ്മൾ പറയുന്നത് ഇതാണ് ദാവൂദിന്റെ ശബ്ദം എന്ന നിലയിൽ വളരെ പബ്ലിക്കായി ആധികാരികമായ ശബ്ദരേഖ കൊടുക്കുന്നത് തെളിവ് സഹിതം. അത് കറക്റ്റാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കുറെ കൂടെ നല്ല അവരെ കുറെ കൂടെ ഒരു വലിയൊരു ടാർഗറ്റ് ഹഫീസ് സയ്യിദാണ്. അതൊരു വലിയ ടാർഗറ്റാണ്, ഡിഫിക്കൽട്ട് ടാർഗറ്റാണ്. പക്ഷേ അതിലേക്ക് എത്തുന്നത് ചിലപ്പോൾ ദാവൂദ് വഴിയായിരിക്കാം. ഈ പറഞ്ഞ മാതിരി ഈ പല ഹോം മിനിസ്ട്രി ഓഫീസേഴ്സും പറഞ്ഞാൽ നമ്മളൊരു അമേരിക്കയല്ല, നമ്മളൊരു ഇസ്രായേലും അല്ല. നമ്മൾ അകത്ത് കയറി ഒരു ഹോട്ട് പെർസ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാണോ? നമ്മൾ റെഡി ആണെങ്കിൽ തന്നെയും അതിന്റെ വഴികൾ നമുക്ക് പറ്റുമോ താങ്കൾക്കും തിരക്കുണ്ട്, മറ്റുള്ളവരിലേക്ക് എനിക്കൊന്ന് പോകേണ്ടതുണ്ട്. ഈ ഒരു ടാർഗറ്റ് ഇങ്ങനെ ഹഫീസ് സയ്യിദ് അടക്കം ദാവൂദ് വഴി ഹഫീസ് സയ്യിദിലേക്ക് എന്നൊക്കെ പറയുന്നതിന് പ്രിപ്പയർ ചെയ്യപ്പെടുന്ന ഒരു ടൂൾ എങ്ങനെയാകാം? നമ്മുടെ മുമ്പിൽ പുതുതായി വന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്കാണ്. അത് അത്രമേൽ ഇക്കാര്യത്തിൽ സാധ്യമാണ് എന്ന് കരുതാമോ? ഇല്ല, നമ്മൾ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസീസും ഇന്ത്യൻ റോയും ഒക്കെ മച്ച് മോർ ആക്റ്റീവാണ്. ഇപ്പോൾ അവരൊരു റീബിൽഡിംഗ് ആണ്. കഴിഞ്ഞ 10 വർഷത്തെ നമ്മളെ റോയിൻ്റെ ആക്ടിവിറ്റീസ് വളരെ വീക്കായിരുന്നു. അത് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ പറ്റൂല, അതിനൊരു ടൈം എടുക്കും. പാകിസ്ഥാനിൽ നമ്മുടെ ഇൻ്റലിജൻസ് റീസോഴ്സസ് ബിൽഡ് ചെയ്യേണ്ട എഫേർട്ട് ഇന്ത്യൻ ഗവൺമെൻറ് തുടങ്ങി എന്നുള്ളത് ശരിയാണ്, അത് എടുക്കും. പക്ഷേ ഇതൊക്കെ അതിൻ്റെ ഒരു തുടക്കമാണ്. ഈ ഗവൺമെൻറ് ഒരു 50 പേരുടെ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ ഇൻ്റലിജൻസ്, റോ, ഇൻകം ടാക്സ്, ED ഓഫീസേഴ്സ് ഉണ്ട്. അതൊരു വലിയൊരു ഒരു എക്കണോമിക് മൈറ്റ്, ദാവൂദിൻ്റെ ഇന്ത്യയിലുള്ള എക്കണോമിക് മൈറ്റും കൂടെ എല്ലാം കൂടെ കണക്കാക്കി അദ്ദേഹത്തിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു മിലിറ്ററി പെർസ്യൂട്ട് ഉണ്ടാകാൻ ഉള്ള സാധ്യതകൾ ഇല്ലാന്നില്ല. ഉടനെ നടക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നടക്കാതിരിക്കേണ്ട സാധ്യതയില്ല. റൈറ്റ്, തീർച്ചയായും നന്ദി ശ്രീ രാധാകൃഷ്ണൻ നായർ ഞങ്ങളോട് സംസാരിച്ചതിന്. അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരത്, ഈ വിവരങ്ങളിൽ നിന്ന് തീർച്ചയായും എല്ലാവരുടെയും ചോദ്യം, ഇത്രയേറെ തെളിവുകൾ കറാച്ചിയിലുണ്ട്, മേൽവിലാസമടക്കമുണ്ട്, അതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖകളെത്തി, നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കോർണർഡായി നിൽക്കുന്നു, അതുവഴി ഹഫീസ് സയ്യിദിലേക്ക് വരെ പോകാവുന്ന നിലയിലുള്ള ആലോചനകളും സംയുക്ത നീക്കങ്ങളുമുണ്ട് എന്ന് വന്നാൽ ഇനി പിന്നോട്ട് പോക്ക് ഉണ്ടാകാനിടയില്ലാത്ത വിധം രാജ്യത്തെ തകർക്കുന്ന, ഒറ്റുകൊടുക്കുന്ന ഈ ആളുകൾ പിടികൂടാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ടോ അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരത്? തീർച്ചയായിട്ടും പണ്ടുണ്ടായ പോലെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഇല്ലാത്തൊരു ഗവൺമെൻറ് അല്ല ഇപ്പോൾ ഉള്ളത്. വളരെ ക്ലിയറായിട്ട് നമുക്കറിയാം നമ്മുടെ പവേഴ്സ്. ക്ലിയറായിട്ടുള്ള പ്രൂഫാണ് ഇപ്പോൾ നിങ്ങളുടെ ന്യൂസ് ചാനൽ തന്നിട്ടുള്ളത്. അദ്ദേഹം പാകിസ്ഥാനിലുണ്ടെന്ന്. ഇതിലും വലിയ ആളെ ആദ്യം പിടിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യയോട് ഏറ്റവും ഇന്ന് ദ്രോഹം ചെയ്തിട്ടുള്ളത് ബോംബെ ബോംബിങ്സ് മുതൽ ദാവൂദ് ഇബ്രാഹിമാണെന്നുള്ളതിനെ പറ്റി ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. അപ്പോൾ വലിയ ആൾക്കാരൊക്കെ നോക്കി നിയമത്തിൻ്റെ ഇടയിൽ ഇത് ശ്രീ രാധാകൃഷ്ണൻ നായർ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്, അതൊക്കെ നോക്കി അതൊന്നുമല്ല ഇപ്പം നോക്കേണ്ടത്. വൺസ് യു ആർ ഔട്ട്സൈഡ് ദ ലോ യു ക്യാൻ ടേക്ക് എനി സ്റ്റെപ്സ്. സർജിക്കൽ സ്ട്രൈക്ക് മാത്രമല്ല, ഹോട്ട് പെർസ്യൂട്ട് മാത്രമല്ല, ഇന്ത്യയിലുള്ള സകല ശക്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ളൊരു ഡെക്കോയിറ്റ് അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒന്നുമില്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ച് തന്നിട്ടില്ലെങ്കിൽ പിടിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഫ്യൂച്ചർ തന്നെ ഇതിനോട് ബന്ധമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും വെച്ചാൽ ചൈനയോടൊരു ബന്ധമുണ്ട്. ഭൂട്ടാനിൽ നിന്ന് ഈ പോയിന്റിൽ ഭൂട്ടാനിൽ നിന്ന് ഒരു സെമി സർക്കിളറായിട്ടാണ് ചൈന വന്നിരിക്കുന്നത്. ഈ പോയിന്റിൽ കേണൽ നായർ എത്രമാത്രം യോജിക്കും? പൂർണ്ണമായി യോജിക്കുന്ന ആളാണോ? ഏതളവിലും കയറി അടിച്ചും കൊണ്ടുവരും എന്ന് അത്രമേൽ വിശ്വസിക്കുന്ന ആളാണ്? മുമ്പായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹീസ് എ നോൺ സ്റ്റേറ്റ് പ്ലെയർ ഓഫ് ദ പാകിസ്ഥാനീസ്. യെസ്, അവർ സ്ട്രാറ്റജിക് അസറ്റാണ്.
അതുകൊണ്ട് you could not rule out the support he is getting from ISI and the military. തീർച്ചയായും അത് നേരത്തെ ശ്രീ പലേരിയും പറഞ്ഞല്ലോ. പലേരി പറഞ്ഞമാതിരി അത് സമ്മതിച്ചു. പക്ഷേ ഇന്ത്യൻ സ്ട്രാറ്റജിയാണ്, ഇതിലൊന്നും തർക്കമില്ല. കേണൽ നായർ, ഇതിലൊന്നും തർക്കമില്ല. ഇന്ത്യ കയറി അടിച്ച് പിടിക്കപ്പെടുന്ന നിലയിലേക്കുള്ള ഒരു സ്ട്രാറ്റജി പ്രതീക്ഷിക്കണോ അതോ തന്ത്രപരമായി കരുതി നിൽക്കുമോ? This piece of information would assist India to plan a strategy which may not be disclosed right now. It will be a very clandestine operation in which, as rightly brought out by the previous speaker, that is not Bharathan, the one Radhakrishnan, managing editor, that is, it's a combined operation of RAW, IB, military intelligence, and all that jing bong you have. They will have to deliberate. മ്യാൻമറിൽ ചെയ്തതുപോലെ അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്കിൽ കണ്ടതുപോലെ കണ്ടു ശീലമില്ലാത്ത കേട്ട് ശീലമില്ലാത്ത നടപടികൾ പ്രതീക്ഷിക്കുന്ന ഒരു കേണലാണോ നായർ? ശ്രീ നായർ, താങ്കൾ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് വേണം അതിന്, പിന്നെ ഒരു ടാക്ടിക്കൽ എക്സിക്യൂഷൻ. അതിന് ശ്രീ വിൻസെന്റ് ഒരു ചെറിയ മറുപടി അല്ലെങ്കിൽ ചെറിയ വിശദീകരണം, ഇതിനോട് എത്രമാത്രം യോജിപ്പ് താങ്കൾക്കുണ്ട്? ഇച്ഛാശക്തിയുള്ള സർക്കാരാണ് ഇതിനൊരു വലിയ പ്രതീക്ഷയായി ഈ രണ്ടുപേരും കാണുന്നത്. പക്ഷേ ശ്രീ പ്രഭാകരൻ പലേരി പറഞ്ഞ പോലെ ലോക സാഹചര്യം, വളരെ രസകരമായ ഒരു കമൻ്റാണ് അദ്ദേഹം പറഞ്ഞത്. പാകിസ്ഥാൻ്റെ അടിമയാണ് ദാവൂദെങ്കിൽ ലോകത്തെ പല രാജ്യങ്ങളുടെ അടിമയാണ് പാകിസ്ഥാൻ എന്ന് വന്നാൽ ഇന്ത്യക്കും പല ലിമിറ്റേഷൻസ് ഉണ്ട്. കയറി അടിച്ച് അതിർത്തിക്കടുത്തുള്ള പ്രദേശങ്ങളിലെ ഭീകരത്താവളങ്ങൾ സർജിക്കൽ സ്ട്രൈക്കിലൂടെ തകർത്ത പോലെ ഇവിടേക്ക് അത്ര വേഗം എത്താനാകില്ല. പക്ഷേ ഇച്ഛാശക്തിയിലാണ് ഇവരുടെ വിശ്വാസം. ശ്രീ വിൻസെന്റ്. തീർച്ചയായിട്ടും അത്. പക്ഷേ പാകിസ്ഥാനിൽ കയറി അമേരിക്ക നടത്തിയതുപോലെ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇസ്രായേൽ മോഡൽ ഓപ്പറേഷൻ ഇന്ത്യ നടത്തുന്നത് സുഖകരമാകാൻ സാധ്യത കുറവാണ്. കാരണം രണ്ട് ആണവ ശക്തികളാണ്. ഒരുപക്ഷെ ഒരു ഫുൾ സ്കെയിൽ വാർ ഫ്ലെയറപ്പ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ വളരെ രഹസ്യാത്മകമായിട്ട് പൊളോണിയം പോലെയുള്ള സാധനം കൊടുത്ത് ആളെ ഇല്ലാതാക്കുന്ന തന്ത്രം റഷ്യക്കാരൊക്കെ പ്രയോഗിക്കാറുണ്ട്. ആ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഒരുപക്ഷെ സാധ്യമായേക്കാം. ഇരുചെവി അറിയാതെ ആള് തട്ടിപ്പോകുന്ന ഏർപ്പാട്, അതിനൊക്കെയുള്ള ശേഷിയുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനം ഭാരതത്തിനുണ്ട്. പക്ഷെ ഞാനിതിൽ കാണുന്ന ഇതിനേക്കാളൊക്കെ പ്രധാനം ഇന്ത്യ പാകിസ്ഥാൻ നടക്കുന്നത്. ഇന്നിപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ വാർഡോഗ് വേട്ടപ്പട്ടിയായിരുന്നു. ഇപ്പോൾ അത് മറ്റു ചില രാജ്യങ്ങളുടെ ടൂളാണ്. നേരത്തെ പലരും സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ്. അങ്ങനെയുള്ള പാകിസ്ഥാനെ പ്രത്യേകിച്ച് ഈ ടെററിസത്തിനെതിരായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ കൺസെൻസസ് രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സെക്യൂരിറ്റി മുൻനിർത്തി ആ രാജ്യത്തെ പരിപൂർണമായി എക്സ്പോസ് ചെയ്യാൻ സാധിക്കുന്നുവെന്ന് കിട്ടിയിട്ടുള്ള ഒരു അസുലഭ സന്ദർഭമാണിത്. കാരണം വ്യക്തമായ തെളിവുകൾ ആണെങ്കിൽ പോലും ഒറ്റ വാചകത്തിൽ ഈ പറയുന്ന ഒരു കൺവെൻഷണൽ റൂട്ടിലായിരിക്കുമോ ഇന്ത്യ പോവുക, അതോ നേരത്തെ പറഞ്ഞ പോലെ അത്യസാധാരണമായ സൈനിക നടപടികളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒരൊറ്റ സെന്റൻസിൽ ഞാൻ പറയാം. ഇറ്റ് വിൽ ബി വെരി വെരി ഡെലിബറേറ്റ്ലി പ്ലാൻ സ്ട്രാറ്റജിക്കലി ആൻഡ് executed tactically. ശ്രീ പ്രഭാകരൻ പലേരി, സൈനിക നീക്കം എങ്ങനെയാകും? ഡിപ്ലോമാറ്റിക് വേ അത് പ്രധാനമാണ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ സൈനിക നീക്കം, ഇതുവരെ കണ്ടു ശീലിച്ചിട്ടില്ലാത്ത സൈനിക നീക്കങ്ങൾ ധൈര്യപൂർവ്വം രാജ്യത്തിന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഈ ഒരൊറ്റ ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ എന്ന നിലയിലല്ല ഞാൻ ചോദിക്കുന്നത്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോകാൻ സാധ്യത എത്രമാത്രം കാണുന്നു? നേരത്തെ മാനേജിംഗ് എഡിറ്റർ സൂചിപ്പിച്ച പോലെ സെയ്ദുണ്ട്, ഹഫീസ് സെയ്ദുണ്ട്, ലഷ്കറുണ്ട്, ഈ പറഞ്ഞതുപോലെ ദാവൂദിൻ്റെ പ്രസൻസ് ഉണ്ട്, അത് വ്യക്തമായിരിക്കുന്നു. ഇതെല്ലാം അവിടെ ഉണ്ടല്ലോ. സൈനിക നീക്കം എങ്ങനെയൊക്കെ ആകാം പ്രതീക്ഷിക്കുന്നത്? ഏത് തരത്തിലുള്ള നീക്കമായാലും അത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പേർട്സുമാണ്. കാരണം അവർക്കാണ് സിറ്റുവേഷൻ കൂടുതലും ഭംഗിയായിട്ട് അറിയുവാൻ സാധിക്കുക. പക്ഷേ എൻ്റെ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് നിയമപരമായിട്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് കൈകാര്യം ചെയ്ത് ഡിപ്ലോമാറ്റിക്കായിട്ട് തന്ത്രപരമായിട്ട് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് മനസ്സിലാക്കി. ശ്രീ പലേരി, ആ രണ്ട് നടപടികളും എത്രയോ വർഷങ്ങളായി രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഫലവത്തായിട്ടില്ല എന്നിരിക്കെയാണ് ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടതായി വരുന്നത്. അങ്ങനെ നിർബന്ധം പിടിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഈ രണ്ട് വഴികളും വലിയ ഫലമില്ലാത്ത പ്രവർത്തികളായി മാറുകയായിരുന്നല്ലോ. ഇപ്പോൾ സൈനികപരമായ പല നടപടികളും മുൻപുണ്ടായതുകൊണ്ടാണ് അത്തരമൊരു താരതമ്യം അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ ചോദ്യമായി വരുന്നത്. ശ്രീ പലേരി, എത്ര തന്നെ രഹസ്യമായിട്ടുള്ള ഒരു സായുധ സേനാ പരിപാടിയാണെങ്കിലും അതിന് മുമ്പായിട്ട് ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ചില പ്രത്യേക രാഷ്ട്രങ്ങളെ അറിയിക്കേണ്ട ചുമതല ഗവൺമെൻറ്റിനുണ്ട്. നമ്മുടെ സർജിക്കൽ സ്ട്രൈക്കൊന്നും പെട്ടെന്ന് നടത്തിയതല്ല. ആ സർജിക്കൽ സ്ട്രൈക്കിന് മണിക്കൂറുകൾക്ക് മുമ്പ് ചില പ്രത്യേക രാഷ്ട്രങ്ങൾക്ക് അതിനുള്ള വിവരം കൊടുത്തിട്ടുണ്ട്, അവരുടെ അഭിപ്രായം ചോദിച്ചിട്ടുമുണ്ട്.
അങ്ങനെ ചോദിക്കണമെങ്കിൽ അവർക്കും ഗുണകരമായിട്ടുള്ള ഒരു സംഗതി ആയിരിക്കണം. അതുപോലെയുള്ള ഒരു നീക്കം ചെയ്യുവാൻ ഇന്ത്യക്ക് സാധിക്കും. കാരണം ഒരു വക എല്ലാ രാഷ്ട്രങ്ങൾക്കും ദാവൂദ് ഇബ്രാഹിം അതേപോലെയുള്ള ബാക്കിയുള്ള വ്യക്തികൾ ഈ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരായിരിക്കാം. പക്ഷെ അതിൻ്റെ കോൺസിക്വൻസസ് വളരെ സീരിയസ് ആയിരിക്കും. പക്ഷെ നിയമപരമായിട്ട് തന്നെ നമുക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിക്കും. അത് ഇതുവരെയുള്ള ഗവൺമെന്റുകൾക്ക് പറ്റിയില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് ആക്കി എടുക്കരുത് നമ്മൾ. അതിൽ എത്രമാത്രം വിശ്വാസമുണ്ട് അഡ്വക്കേറ്റ് ഗോവിന്ദ് ഭരത്? നമ്മുടെ സമയം അവസാനിക്കുന്ന ഒരു ഘട്ടം. മോഡസ് ഓപ്പറേഷൻ താങ്കൾ വിശ്വസിക്കുന്നത് എന്താണ്? മാക്സിമം ഓപ്പറേഷൻസിൻ പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? അതോ ശ്രീ പലേരി പറഞ്ഞ പോലെ ഡിപ്ലോമാറ്റിക് വേ, അന്താരാഷ്ട്ര സമൂഹത്തെ വിശ്വാസത്തിലെടുത്തുള്ള ആ ഒരു സഞ്ചാരം ഏതാണ് പ്രതീക്ഷിക്കുന്നതും ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും? പാകിസ്ഥാൻ ഇനി എവിടെ എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമുള്ളത്? ഒരു കാര്യമില്ല പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്യാൻ. ഡിപ്ലോമാറ്റിക് ആയിട്ട് പോകേണ്ട ഒരു കാര്യമല്ല ഇത്. ഡിപ്ലോമസി വിൽ നോട്ട് അപ്ലൈ ടു ടെററിസം. നിയമത്തിന് പുറത്ത് നടക്കുന്ന കാര്യത്തിൽ നിയമത്തിൻ്റെ പുറത്തുള്ള ടാക്ടിക്സ് തന്നെ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നേരെ അങ്ങോട്ട് കയറി ഇൻവൈറ്റ് ചെയ്ത് അദ്ദേഹത്തിൽ പിടിച്ചു കൊണ്ടുവരിക എന്നല്ല. കേണൽ പറഞ്ഞതുപോലെ വളരെ ടാക്റ്റിക്കലായിട്ട് ആലോചിച്ച് പിടിച്ച് മൊസാദ് ഇതിൽ മുമ്പുണ്ടായിരുന്ന 12/2/2008 കാർ ബോംബിനെ ഇമാദ് സയീസ് മുഗനയെ വധിച്ചതുപോലെ ഒരു ടാക്റ്റിക്കൽ മൂവ് എടുത്തിട്ട് ഇദ്ദേഹത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ വെച്ചാൽ എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. അതായത് ഇത് ആലോചിച്ച് പിടിച്ച് ക്രിയാശക്തിയുള്ളത്. പണ്ടത്തെ അപ്രോച്ച് ഇങ്ങനെയല്ല. തീർച്ചയായും മനസ്സിലായി. പണ്ടത്തെ അപ്രോച്ച് ഇങ്ങനെയായിരുന്നു. ഒന്ന് പറഞ്ഞോട്ടെ, പണ്ടത്തെ അപ്രോച്ച് ഇങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, വി വിൽ നോട്ട് പ്ലേ ക്രിക്കറ്റ് വിത്ത് യു എന്നാണ് മൻമോഹൻ സിംഗിൻ്റെ അപ്രോച്ച്. ഇങ്ങനെ എത്ര കാലം കൊണ്ടു നടക്കുക? പുതിയൊരു ഇന്ത്യ ഇന്ന് വന്നിരിക്കുന്നു എന്നുള്ളത് ലോകം മുഴുവൻ മനസ്സിലാക്കണം. നമ്മുടെ അപ്രോച്ച് ഇത് പാകിസ്ഥാനോട് മാത്രമല്ല, ചൈനയും മനസ്സിലാക്കണം. പറഞ്ഞ നമ്മുടെ ശക്തിയുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഇന്ത്യയാണ് ഇന്നുള്ളത്. താങ്കൾ ആ പോയിന്റിലേക്കാണ് വീണ്ടും വന്നത്. ഒറ്റ സെന്റൻസിൽ ശ്രീ വിൻസെന്റ് മാഷ്, അതായത് വലിയ ഉത്തരവാദിത്വവും തലവേദനയും നമ്മുടെ സർക്കാരിന് തന്നെയാണ് ഈ വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും. ഇതിൽ തലവേദന എന്നേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കൃത്യമായി ഇതിപ്പോൾ കാരണം ഈ തെളിവുകളോട് ക്രിയാത്മകമായി പ്രതികരിച്ചല്ലേ കഴിയൂ. തീർച്ചയായിട്ടും ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളി കറാച്ചിയിൽ ഇന്ന മേൽവിലാസത്തിൽ ഇങ്ങനെ ജീവിക്കുന്നു, ഇതാണ് അയാളുമായി സംസാരിച്ചതിന്റെ ശബ്ദരേഖ എന്ന് വന്നാൽ ഇവരെ എല്ലാം പിടികൂടുക എന്ന് പറയുന്ന വളരെ കൃത്യമായ മുമ്പ് പറഞ്ഞ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണ് എങ്കിൽ അത് പ്രകടിപ്പിച്ചല്ലേ കഴിയൂ. തീർച്ചയായിട്ടും അത് പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു ധാർമ്മിക ബാധ്യതയിലേക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രം എത്തിയിരിക്കുന്നു എന്നതാണ്. ഇനി ആക്ട് ചെയ്തേ മതിയാവും. പക്ഷേ ഇവിടെ വേറൊരു പ്രത്യേകത കൂടിയുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന നിലയ്ക്ക് ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധത്തിൽ ഒത്തിരി രാജ്യങ്ങൾ അംഗങ്ങളാണ്. അവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. ഇത് ഇന്ത്യയുടെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല, ലോകത്തിലെ. അത് ജെൽസൺ സാർ പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നു. കാരണം ഡ്യൂറിംഗ് ദ വിസിറ്റ് ഓഫ് ഡൊണാൾഡ് ട്രംപ് ടു സൗദി അറേബ്യ, ദേ ഹാവ് മെയ്ഡ് ഇന്ത്യ ആസ് എ വിക്ടിം സ്റ്റേറ്റ്. ആ സപ്പോർട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത് ഉണ്ടാവണം. കാരണം മാത്രമേ സാധ്യമാകൂ. ലോകത്തിലെ ഇസ്രയേൽ, അമേരിക്ക ഈ പറഞ്ഞ പുതിയ സാഹചര്യത്തിലെ സഹകരണങ്ങൾ ഉണ്ടായാൽ അത്യപൂർവ സൈനിക നടപടികൾ ഉണ്ടാകും. ഇങ്ങനെ ഒരു നടപടി ഇന്ത്യയുടെ ഒറ്റ കാര്യം, ഇങ്ങനെ ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ചൈനയ്ക്ക് പോലും അതിനെ എതിർക്കാൻ പറ്റില്ല. കാരണം ചൈനയിലെ സിൻഹുവ പ്രോവിൻസിലെ ഉയ്ഗൂർ വംശജരുടെ തീവ്രവാദം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ചൈനയ്ക്കടക്കം ഇതിനെ പിന്തുണയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ശക്തമായ ഒരു ആക്ഷനിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ആഗോള സാഹചര്യം ഒരു രൂപപ്പെടുത്താനുമായി ഉണ്ടായിട്ടുണ്ട്. അതിലെ ഒരു ഭാഗത്ത് വളരെ ഫലപ്രദമായ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു നയതന്ത്ര സാഹചര്യം അനുകൂലമായി സൃഷ്ടിക്കണം. അതിന്റെ കൂടെ ശക്തമായ നടപടികളുണ്ട്. ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് മുന്നോട്ട് ആ നിലയിൽ ഒരു രാജ്യത്തിന്റെ കൃത്യമായ നിലപാടുകൾ വെളിപ്പെടുത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന തെളിവുപരമായ ശക്തമായ ശബ്ദമാണ് ഒരുപക്ഷെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ശബ്ദം നമ്മൾ ഇന്ത്യക്കാർ ഈ വിധത്തിൽ കേൾക്കുന്നത് തന്നെ ആദ്യമായി എന്ന് പറയാവുന്ന വിധത്തിലാണ്. മുൻപും പല പരിശ്രമങ്ങളൊക്കെ നടന്നതിനെക്കുറിച്ച് ഈ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ ഹോർമിസ് തരകൻ പറഞ്ഞത് മറന്നുകൊണ്ടല്ല. പക്ഷേ അത്തരം പരിശ്രമങ്ങളുണ്ടെങ്കിലും വളരെ ശാസ്ത്രീയമായി ആധികാരികമായി സ്ഥിരീകരിക്കപ്പെട്ട ദാവൂദ് ഇബ്രാഹിമിൻ്റെ ശബ്ദമാണ് CNN ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ടത്. ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ എഡിറ്ററാണ് ദാവൂദുമായി സംസാരിച്ചത്. സർക്കാരിന് മുൻപിലേക്ക് ഒരു പ്രധാനപ്പെട്ട തെളിവായി പാകിസ്ഥാൻ്റെ വാദങ്ങളെ നിരാകരിക്കുന്ന പൊളിക്കുന്ന ശബ്ദരേഖ ദാവൂദിൻ്റെത് ഇന്ന് ന്യൂസ് 18 പുറത്തുവിടുകയായിരുന്നു. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.